നിങ്ങൾ അച്ഛൻ്റെ മഹത്വം ഉപ്പേൻ്റെ വാരം വരുമോ ഒന്നും നിങ്ങൾ പറയണ്ട. ഞാൻ തൊട്ടിൽപ്പാലത്ത് കുണ്ടുതോട് പരിപാടി, ഈ ലഹരിക്കെതിരെ പരിപാടിക്ക് പോയപ്പോൾ ഒരു വീട്ടിൻ്റെ മുറ്റത്തേനും ക്ലാസ്. അന്നാണ് ആ വീട്ടിലേക്ക് പോലീസ് ഇരച്ചു കയറിയത്. ആ നാട്ടിലെ ഏറ്റവും മാന്യനായ മനുഷ്യൻ്റെ വീട്ടിലേക്കാണ് പോലീസ് കയറിയത്. ആ മനുഷ്യന്റെ സഹായം കിട്ടാത്ത ഒരാളും തൊട്ടിൽപ്പാലത്തില്ല. ഗൾഫിൽ ഏറ്റവും വലിയ പ്രമാണി അയാളെ മോൻ്റെ മോനെ നോക്കിയിട്ട് പോലീസ് വീട് വിളിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു പോലീസിന് വരാന്താ പോലെ അതും ചെയ്യല അപ്പുറവും ചെയ്യുന്നു. പക്ഷെ പോലീസ് വാതിൽ കുത്തിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന ജന്മത്തെ കണ്ടപ്പോൾ നാട്ടുകാർ മുഴുവൻ മൂക്കത്ത് വിരൽ വെച്ചു. ആ മഹാനായ മനുഷ്യന്റെ മകൻ ഏതോ ഒരു പെണ്ണിനെ പ്രണയിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ആ പെൺകുട്ടി ഉടുതുണിയില്ലാതെ കട്ടുമ്മ കെട്ടിയിട്ടിട്ടുണ്ട്. ആ പെൺകുട്ടീൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയത് 4.5 ഗ്രാം MDMA. അറിയോ നിങ്ങൾ? അതുകൊണ്ട് മഹാനായ മനുഷ്യന്റെ കഥയൊന്നും നിങ്ങൾ ഇനി പറയണ്ട. നിങ്ങൾ എത്ര നന്നായാലും നിങ്ങളെ മക്കളെ നോക്കിയിട്ടില്ല എങ്കിൽ ആയിട്ട് ദശിച്ചു. അതുകൊണ്ട് പറയുന്നത് കേരളത്തിലെ ഒരു SP യുടെ 2 മക്കളാണ് MDMA ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് ഭ്രാന്താസ്പത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒരു പോലീസുകാരന്റെ മോളെയാണ് ഈ ലഹരി മാഫിയ നശിപ്പിച്ച് കൊന്ന് പണ്ടാരടക്കി കളഞ്ഞത്. അപ്പൊ പോലീസിലും എക്സൈസിലുള്ള മനുഷ്യന്മാരുടെ മക്കൾ പോലും ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളെ മക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. എനക്ക് വേണ്ടി ശ്രദ്ധിക്കണമെന്ന്. എനിക്ക് എൻ്റെ ഭാര്യയും മക്കളെയും പേടിയാണ്. എൻ്റെ ഭാര്യക്കാറ്റ് ആരെങ്കിലും ഇത് ജ്യൂസിലാറ്റം കലക്കി കൊടുത്തിക്കേണ്ട അന്തം വിട്ടുള്ളൂ 48 മണിക്കൂറിൽ ഓൻ്റെ പോവില്ലേ? പോവില്ലയോ? എൻ്റെ 6ാം ക്ലാസ്സിലെ മോള് പോവോ ഇല്ലയോ?